Good morning. Aditya. Okay. എല്ലാവരും മാക്സിമം 10:30 ആകുമ്പോഴത്തേക്കും തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ടൈമിൽ തന്നെ ക്ലാസ് തുടങ്ങും. 1 മണിക്കൂറാണ് നമുക്ക് ക്ലാസ് ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് മാമിന്റെ അല്ലേ 2 മണിക്കൂർ അങ്ങനെ ക്ലാസ്. അപ്പൊ മാക്സിമം 10:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും കയറാൻ നോക്കുക കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റുകൾ കിട്ടിയോ നിങ്ങക്ക്? ചെയ്ത് നോക്കിയായിരുന്നോ? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഓക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? ചെയ്തു, സൂപ്പർ. കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് അന്ന് തന്നെ വായിച്ചു വെക്കുക. മോക്ക് ടെസ്റ്റുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി നമ്മള് അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. നന്നായിരിക്കും, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റി. ക്ലാസ്സിൽ കേട്ടിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണ്ട അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കി ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ ചരിത്രം. ഇന്നത്തെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരെയും എത്തിപ്പെട്ടത് വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഒരു ഹിസ്റ്ററി ആണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കുന്നത്. ഇതിപ്പോ നമ്മൾ സാധാരണ ഹിസ്റ്ററി ഒക്കെ പഠിക്കണമെങ്കിൽ തന്നെ ഒരു കഥ പോലെയൊക്കെ തന്നെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹിസ്റ്ററി ആണ് ഇന്നത്തെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെട്ടത് വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ എ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC to 500 AD. ഓക്കെ, AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രം. അതാണ് എ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC to 500 AD. BC എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോർ ക്രൈസ്റ്റ് അല്ലെ? BC മുതൽ 500 AD വരെയുള്ള 500 AD വരെയുള്ള പഴയ ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി ഇറ BC to 500 AD. നോക്കിയേ, early medical treatment was always recognized as religious services and ceremonies. early ആദിമ വൈദ്യ ചികിത്സ, ആദ്യത്തെ early medical treatment എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? as recognized as religious services and ceremonies. എന്താ? മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും ഭാഗമായിരുന്നു. റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള ആചാരങ്ങള്, മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും സെറമണീസ് എന്ന് പറഞ്ഞാൽ എന്താ? ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു എന്ത്? പണ്ട് ട്രീറ്റ്മെന്റ്. നമുക്കറിയാം ഇന്നത്തെ അത്രയും ഇതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല അല്ലെ? പണ്ടൊക്കെ നമ്മൾ മന്ത്രവാദവും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അല്ലെ, മതപരമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങ് അതുപോലെ ആയിരുന്നു ട്രീറ്റ്മെന്റ് അല്ലെ? നമ്മൾ ഇന്നത്തെ അത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പണ്ടത്തെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മന്ത്രവാദമൊക്കെ ചെയ്ത് രോഗങ്ങളൊക്കെ മാറ്റുന്ന ഒരു സിസ്റ്റം പണ്ട് അങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞേക്കണത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. early the medical treatment was always recognized as എങ്ങനെയായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ ട്രീറ്റ്മെന്റ്. priest were also physician or medicine men. priest എന്ന് പറഞ്ഞാൽ ആരാ? പുരോഹിതർ ആണ്. priest പുരോഹിതൻ. priest were also physician men. അതായത് പ്രീസ്റ്റ് അന്ന് പ്രീസ്റ്റ് പുരോഹിതൻ ആരും കൂടി ആയിരുന്നു? ഫിസിഷ്യനും കൂടിയായിരുന്നു, ഡോക്ടറും കൂടിയായിരുന്നു. ഫിസിഷ്യൻ പ്രീസ്റ്റ് ആരും കൂടി ആയിട്ടാണ് ആക്ട് ചെയ്തത്? ഫിസിഷ്യനും കൂടി. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. അശ്വിൻ, തസ്നീമ, ദേവു, ആര്യ ഉണ്ടല്ലോ, ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. കാണാം. ചിലപ്പോ വല്ല നെറ്റിന്റെ എന്തെങ്കിലും ആണോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണാന്നാണല്ലോ പറയുന്നേ. നോക്കിയേ, the priest were also physician. അപ്പൊ പ്രീസ്റ്റ് പുരോഹിതൻ ആരും കൂടി ആയിരുന്നു? ഫിസിഷ്യനും കൂടി ആയിരുന്നു. ഓർ മെഡിസിൻ മാൻ.
മെഡിസിൻ മാൻ അല്ലെങ്കിൽ ഫിസിഷ്യനും കൂടി ആയിരുന്നു പ്രീസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. In hospitals of early era, priests were also dash. ആരും കൂടി ആയിരുന്നു അവിടെ? പ്രീസ്റ്റ്, പുരോഹിതൻ. ആരും കൂടി ആയിരുന്നു? ഫിസിഷ്യനും കൂടി ആയിരുന്നു. Then or medicine men caring for spirit. നമ്മുടെ ആത്മാവിനെ, സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെ, ആത്മാവിനെ പരിപാലിക്കുന്നവർ. നമ്മുടെ or മൈൻഡ്, നമ്മുടെ മനസ്സിനെ, ബോഡീനെ, ആത്മാവിനെ, ഇതിനെയൊക്കെ കെയർ ചെയ്യുന്ന, പരിപാലിക്കുന്ന ആ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ മെഡിസിൻ മെൻ ആരായിരുന്നു? പ്രീസ്റ്റ്. പ്രീസ്റ്റ് ഒരു ഫിസിഷ്യനും കൂടി ആയിരുന്നു. ക്ലിയർ ആയില്ലേ? പ്രീസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ഏർലി ഇറയില് അവിടെ സെക്കൻഡ് കേട്ടോ. അതെ, ടെക്നിക്കലി ഒന്ന് വന്നതാട്ടോ. ഒരു കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവിടെ മെസ്സേജ് വന്നു. അപ്പൊ അത് തന്നെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയിട്ടാട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? പ്രീസ്റ്റ് അല്ലെ? പ്രീസ്റ്റ് അന്ന് ആ ഏർലി ഏരിയയില് പ്രീസ്റ്റ് ആരും കൂടി ആയിരുന്നു? ഫിസിഷ്യനും കൂടി ആയിരുന്നു. ഈ മെഡിസിൻ മെൻ, ഫിസിഷ്യൻ ഓർ മെഡിസിൻ മെൻ കൂടി ആയിരുന്നു. അവരാണ് നമ്മുടെ ആത്മാവിനെ, മനസ്സിനെ, ബോഡീനെ ഒക്കെ കെയർ ചെയ്യുന്നത്. Okay, priests or doctors came under the ruling class with the great political influence. അല്ലെങ്കിൽ priest അല്ലെങ്കിൽ ഡോക്ടർ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു കേട്ടോ. priest അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആരുടെ? ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്വാധീനമുള്ള ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു priest അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. Okay, priests or doctors came under ruling classes with the great political influence. Then temples or hospitals were also meeting place. ഇനി അവർക്ക് meeting place എവിടെയായിരുന്നു? Temples or hospitals. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Temples or hospitals were also meeting places. അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ പണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും സേവനങ്ങളുടെയും ഭാഗമായിരുന്നു. അവിടെ പ്രീസ്റ്റ് ഫിസിഷ്യനും കൂടി ആയിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ, ബോഡീനെ ഒക്കെ പരിചരിച്ചിരുന്നത്. ഈ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർമാർ എന്ന് പറയുന്നത് അവര് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു. ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആണ് അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. മീറ്റിംഗ് പ്ലേസ് എവിടെയായിരുന്നു? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഡാഷ് ദ മീറ്റിംഗ് പ്ലേസസ് എന്ന് വേണ്ടി ചോദിക്കാം. ഇൻ ഏർലി ഏറ ദ മീറ്റിംഗ് പ്ലേസസ്, വേർ ഇസ് ദ മീറ്റിംഗ് പ്ലേസസ് അല്ലെങ്കിൽ ഓപ്ഷൻ ഇട്ട് ഏതായിരുന്നാലും ഡാഷ് തന്നെ ഇട്ട് ചോദിക്കാം. അപ്പൊ ഓപ്ഷൻ എയിൽ വേണമെങ്കിൽ ടെമ്പിൾ എന്ന് കൊടുക്കാം, ഓപ്ഷൻ ബിയില് ഹോസ്പിറ്റൽ എന്ന് കൊടുക്കാം, സിയില് ബോത്ത് എ ആൻഡ് ബി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ രണ്ടും നോക്കി വെച്ചോ. ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആയിരുന്നു അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 5 എണ്ണം ഇതിന് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഏർലി ഇറയിലെ ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ, അവിടെ ഹോസ്പിറ്റലുകളെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയ പേരുകളൊന്ന് നോക്കിയേ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽസ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഈ ഇറയിലെ ഹോസ്പിറ്റലുകളെ നമുക്ക് 5 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽസ് ആൻഡ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഇവിടെ നോക്കിയേ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ. ഇനി മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ എന്താ നോക്കിയേ, മെഡിസിൻ as an organized being first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. Okay, അവിടെ മെഡിസിൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്
തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയില് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാ? ഏത് സ്ഥലത്താണ്? സൗത്ത് വെസ്റ്റ് ഏഷ്യയില്. ഏതാണ്? നോൺ ആസ് മെസോപ്പൊട്ടാമിയ. അണ്ടർലൈൻ ചെയ്തിട്ടേ. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയില് മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ് ആ മെഡിസിൻ ആദ്യമായിട്ട് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്, പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. Medicine was first appeared 4000 years ago in the ancient region of Southwest Asia known as. എവിടെയായിരുന്നു മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്? മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്തായിരുന്നു. Then അവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ മെസോപ്പൊട്ടാമിയ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഹ്യൂമറാബിസ് കോഡ് 1728 to 1686 BC. ഇയർ ഒന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. അവിടെ നോക്കിയേ, ഹ്യൂമറാബിസ് കോഡ് was the rule for the practice of doctors. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ഏത് നിയമമാണ്? ഹ്യൂമറാബിസ് കോഡ് എന്ന റൂളാണ് അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിൽ അവർ ഉപയോഗിച്ചിരുന്നത് ഏതാ? ഹ്യൂമറാബിസ് കോഡ്. ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ബാബിലോണിയൻ ലീഗൽ ടെസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ് കേട്ടോ. ബാബിലോണിയൻ ലീഗൽ കോഡാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. അതായിരുന്നു ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. ഹ്യൂമറാബിസ് കോഡ് ഇങ്ങനെ തന്നെ ചോദിക്കാം. ഡാഷ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. ഡാഷ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അത് എന്താണ്? അവിടെ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഏത് കോഡാണ്? ഹ്യൂമറാബിസ് കോഡ്. ഇതാണ് ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റ് ആണ് കേട്ടോ. ബാബിലോണിയന്റെ ബാബിലോണിയൻ ലീഗൽ ടെസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ്. ഇതാണ് ഏൻഷ്യന്റ് ബാബിലോണിയൻ ലീഗൽ ടെസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ്. ഇതിനകത്തുള്ളത് പഠിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ ലീഗൽ ടെസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ്. ആ ഹ്യൂമറാബിസ് കോഡാണ് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു റൂൾ എന്ന് പറയുന്നത്. First recorded prescription came from Sumer in ancient Babylonian. Okay, Sumer, SUMER എന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയത് കേട്ടോ. Sumer, SUMER. ഡബിൾ എം ഇല്ല അവിടെ, SUMER എന്നുള്ളൂ. Sumer. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ, ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എവിടെ നിന്നാണ് നോക്കിയേ? ഫ്രം സുമർ ഇൻ ഏൻഷ്യൻ ബാബിലോണിയൻ. ഏൻഷ്യൻ ബാബിലോണിയയിലെ സുമർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ എവിടെയായിരുന്നു? സുമറിലാണ്. സുമർ, SUMER. അതും അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from dash. എവിടെന്നാ വന്നത്? സുമർ. എവിടെയാ? ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ബാബിലോണിയന്റെ സുമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിനകത്ത് നോക്കി വെക്കണം. അപ്പൊ മെഡിസിൻ നമ്മൾ പറഞ്ഞത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എവിടെയായിരുന്നു? മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഹ്യൂമറാബിസ് കോഡ്, ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ സുമർ. 3 കാര്യങ്ങൾ കിട്ടിയോ അതില്ലേ? ഓക്കെ, ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ സുമർ, SUMER. സുമർ എന്നാണ് കേട്ടോ, SUMER. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ആണ്. പീരീഡ് നോക്കിയേ, 460 to 136 BC. അതാണ് പീരീഡ്. രണ്ടാമത്താണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. അവിടെ ഗ്രീക്ക് ഹോസ്പിറ്റൽസില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ട് ആയിരുന്നു? തികച്ചും മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ മാന്ത്രികവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഗ്രീക്ക് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ഒരു തികച്ചും മാന്ത്രികവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അണ്ടർലൈൻ ചെയ്തിട്ട്, ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മാജിക്
റിലീജിയസ് റിച്വൽസ്, മന്ത്രവാദപരവും അതുപോലെ മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഒരു രോഗം വന്നാൽ ഇതുപോലെ നമുക്ക് മെഡിസിൻസ് ടാബ്ലറ്റ് ഒക്കെ അതൊക്കെ കഴിയുന്നതിന് പകരം കുറച്ച് മാജിക് എന്താ പറയാ മന്ത്രവാദം ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകള് അങ്ങനെയായിരുന്നു അന്ന് അവിടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിപ്പോക്രാറ്റ്സ് ദ ഫാദർ ഓഫ് മെഡിസിൻ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ദ ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഹിപ്പോക്രാറ്റ്സ് ആണ്. 460 to 370 BC. Hippocrates, the father of medicine, used അദ്ദേഹം എന്ത് ചെയ്തു? used a logical non-religious approach to medicine. അപ്പൊ അദ്ദേഹത്തിന്റെ വരവോടുകൂടി അപ്പൊ അന്ന് അവര് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? പണ്ട് മന്ത്രവാദം ചെയ്തിട്ടും മതപരമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്, അതിലൂടെ ആയിരുന്നു. അപ്പൊ ഈ ഹിപ്പോക്രാറ്റ്സിന്റെ വരവോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? ഈ മെഡിസിനില് ഒരു ലോജിക്കൽ യുക്തിപരമായിട്ടുള്ള അതുപോലെ നോൺ റിലീജിയസ് മതപരമല്ലാത്ത ഒരു അപ്രോച്ച് മെഡിസിനിൽ കൊണ്ടുവന്നു. കണ്ടോ? ഹിപ്പോക്രാറ്റ്സ് ആണ് മെഡിസിനിൽ ഒരു ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്താ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മെഡിസിൻ. ദ ഫാദർ ഓഫ് മെഡിസിൻ ആരാ? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് വാസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. രണ്ട് സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടാ. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ, ഏതെങ്കിലും ചോദിക്കും. അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടാ. Who was the father of medicine? അതാണ് ഹിപ്പോക്രാറ്റസ്. ഇനി അദ്ദേഹം അപ്പൊ മെഡിസിനിൽ എന്ത് ചെയ്തു? ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഇതൊന്നും അല്ല, അല്ലെങ്കിൽ എന്താ ഇങ്ങനെയല്ല ട്രീറ്റ്മെന്റ് നമുക്ക് അത് കുറച്ചുകൂടി യുക്തിപരമായിട്ടും അതുപോലെ ഇങ്ങനെ മതപരമല്ലാത്ത നോൺ റിലീജിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് മെഡിസിനിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഇനി അടുത്തതാണ് റോമൻ ഹോസ്പിറ്റൽസ്. റോമൻ ഹോസ്പിറ്റൽസ് by the 1st century BC, the Roma was first to make the institutional care for sick and the injured. By the 1st century BC ഒന്നാം നൂറ്റാണ്ടോടുകൂടി റോമക്കാരാണ് എന്ത് ചെയ്തത്? ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആർക്ക്? സിക്കായിട്ടുള്ളവർക്ക്, ഇഞ്ചുറി സംഭവിച്ചത് മുറിവ് പറ്റിയവർക്ക്, അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരായിരുന്നു? റോമനാണ്. അപ്ലൈ ചെയ്തിട്ടേ. Who was the first to make the institutional care of the sick and injured? ആരാ? റോമനാണ്. റോമനാണ് ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്കായിട്ടുള്ളവർക്ക്, ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള മുറിവ് പറ്റിയവർക്ക്, രോഗങ്ങൾ വന്നവർക്കും ഒക്കെ എന്താണ് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്. ഇനി മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. അപ്പൊ ഈ റോമൻ പീരീഡിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് മിലിറ്ററി ഹോസ്പിറ്റൽ, മിലിറ്ററി എന്ന് പറഞ്ഞ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള, സ്ലേവ് ആരാ? അടിമകള്. അറിയില്ലാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തു കേട്ടോ. സൈനികർക്കും അടിമകൾക്കും വേണ്ടി ഹോസ്പിറ്റൽ ആ കാലഘട്ടത്ത് നിലനിന്നിരുന്നു കേട്ടോ. In which period the military and the slave hospitals existed? ഏത് പീരീഡാ? അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിന്റെ ടൈമിലാണ്? റോമൻ ഹോസ്പിറ്റലിന്റെ സമയത്താണ്. റോമൻ ഹോസ്പിറ്റൽസ് അതും കൂടി അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരാ? റോമനാണ്. പിന്നെ മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റൽസ് ഈ റോമൻ ഹോസ്പിറ്റലുകളുടെ ആ ഒരു ടൈമില്, ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത് മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റൽസ് നിലനിന്നിരുന്നത്. ഓക്കെ, നാലാമത്തെയാണ് അറബിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അറബിക്. The Roman military hospitals and a few Christian hospitals were no match for the നമ്പറിന്റെ കാര്യത്തില്, then organization സംഘടനയുടെ കാര്യത്തില്, excellence മികവിന്റെ കാര്യത്തില് അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ റോമൻ ഹോസ്പിറ്റലുകള് കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഒക്കെ നിലവിൽ വന്നു. പക്ഷേ എന്താണ് അവിടെ എണ്ണത്തിന്റെ കാര്യത്തില്
ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിന്റെ കാര്യത്തില്, സംഘടനയുടെ കാര്യത്തില്, മികവിന്റെ കാര്യത്തിലൊന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല ഈ റോമൻ ഹോസ്പിറ്റലും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസും ഒക്കെ. അപ്പൊ ഏത് ഹോസ്പിറ്റലാ വലുത്? ഏതാ ബെറ്റർ? ഏത് ഹോസ്പിറ്റലാണ്? അറബിക്. ഓക്കെ, വെരി ഗുഡ്. അറബിക് ഹോസ്പിറ്റൽ ആണല്ലേ. റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസും ഈ കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഒക്കെ എണ്ണത്തിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ മികവിന്റെ കാര്യത്തിലോ ഒക്കെ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. ഈ അറബിക് ഹോസ്പിറ്റലിനോളം ഒപ്പം എത്തിയിട്ടില്ല. അറബിക് ഹോസ്പിറ്റൽ ആണ് അപ്പൊ ബെറ്റർ. ഓക്കെ, ബെറ്റർ അറബിക് ഹോസ്പിറ്റൽ. ദെൻ അടുത്തതാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റൽ അഞ്ചാമത്തെ ആണ് കേട്ടോ, ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഷോസ് ദാറ്റ്, ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വെയർ ബിൽറ്റ് ഇൻ ഇന്ത്യ ബൈ 600 BC. ഇന്ത്യയില് ഒരു എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹോസ്പിറ്റല് നിലവിൽ വന്നത് BC 600 കൂടിയാണ്. BC 600 കൂടിയാണ് ഇന്ത്യയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് നിലവിൽ വന്നത് എന്നാണ് ചരിത്രരേഖകള് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? Historical record shows that efficient hospital were built in India by 600 BC. BC 600 കൂടിയാണ് ഇന്ത്യയിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് നിലവിൽ വന്നത്. During the church's reign of King Ashoka, Indian hospital started to look like a modern hospital. അശോക ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റല് എന്തായി അറിയപ്പെട്ടത്? മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. During the church's reign of King Ashoka, മഹാനായ അശോക ചക്രവർത്തി, മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റലുകള് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അറിയപ്പെട്ടത്. ഇന്ത്യൻ ഹോസ്പിറ്റൽ started to look like a modern hospital. Then they followed the principle of sanitation. അപ്പൊ അവിടെ അവര് ഫോളോ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ, സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം, അല്ലേ? ശുചിത്വം. Sanitation principle, Caesarean section or C-section എന്ന് പറയും. Caesarean section എന്താ? Caesarean എന്താ? Caesarean ഡെലിവറി അല്ലാതെ Caesarean എന്താ? ഓപ്പറേഷൻ അല്ലേ? നമ്മുടെ അബ്ഡോമൻ കട്ട് ചെയ്തിട്ട് നമ്മള് Caesarean എന്ന് പറഞ്ഞാൽ കുട്ടീനെ പുറത്തെടുക്കുന്നത് അല്ലെ? സർജറി തന്നെയാ പറയുന്നത്. ഇതൊക്കെ ഏതാ ഈ ഒരു ടൈമിലാണ് ഫോളോ ചെയ്തത്. അപ്പൊ അവിടെ ഇന്ത്യൻ ഹോസ്പിറ്റലില് അവരെന്ത് ഫോളോ ചെയ്തു? They followed the principle of sanitation and the Caesarean section were operated. അപ്പൊ അത് അവിടെ അവര് ഫോളോ ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ ഹോസ്പിറ്റൽസില് പ്രവർത്തിച്ചു, അവര് ഓപ്പറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് അവര് നടത്തി. Then physician were appointed, one for every 10 village. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഇന്ത്യൻ ഹോസ്പിറ്റൽസില് ഫിസിഷ്യനെ അവരെങ്ങനെയാ അപ്പോയിന്റ് ചെയ്തത്? 1 for every 10 village. ഓരോ 10 വില്ലേജ് കൂടുമ്പോഴും ഒരു ഫിസിഷ്യൻ ഉണ്ടോ? അങ്ങനെയായിരുന്നു ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. ഒരുപാട് ഇന്നത്തെ പോലെ ഒന്നും ഫിസിഷ്യൻ ഉണ്ടായിരുന്നില്ല. അന്ന് 10 വില്ലേജുകൾക്ക് കൂടി ഒരു ഫിസിഷ്യനാണ്. കണ്ടോ? ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 village. ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്നാണ് അന്ന് അവർ അപ്പോയിന്റ് ചെയ്തത്. Then to serve, എന്തിനാ? To serve the health care need of the population. നമ്മുടെ പോപ്പുലേഷന്റെ, അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം, ഹെൽത്ത് കെയർ നീഡ്സ്, ആരോഗ്യ ആവശ്യങ്ങള് അവരെ സർവ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യനെ ആണ് അപ്പോയിന്റ് ചെയ്തത്. Physician were appointed, 1 for every 10 villages, to serve the health care needs of the population and population. ആളുകളുടെ ആ ഒരു ജനസംഖ്യയുടെ എന്താണ് ഹെൽത്ത് കെയർ നീഡ്സ്, ഹെൽത്ത് കെയർ ആവശ്യങ്ങള്
എന്തൊക്കെയാണ് അല്ലെ ആരോഗ്യ പരിചരണ ആവശ്യങ്ങള് അവരെ സെർവ് ചെയ്യാനായിട്ട് ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ അപ്പോയിന്റ് ചെയ്തു. Then okay, last sentence നോക്കിയേ, the regional hospital for the infirm എന്ന് പറഞ്ഞാൽ ദുർബലരായവര് and destitute അഗതികള് നിരാലംബരായിട്ടുള്ളവര് ആരോരും ആശ്രയമില്ലാത്തവര്. The regional hospital for infirm എന്ന് പറഞ്ഞാൽ ദുർബലരായിട്ടുള്ളവര്. destitute അഗതികള് അല്ലെങ്കിൽ നിരാലംബര് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ബുദ്ധനാണ്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. The regional hospitals for the infirm and the destitute were built by Dash. ആരാ ബിൽഡ് ചെയ്തത്? ഇൻഫോം ആയിട്ടുള്ളവർക്ക്, ദുർബലരായിട്ടുള്ളവർക്ക്, അഗതികൾക്ക് അല്ലെങ്കിൽ നിരാലംബര് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ, പ്രാദേശിക ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്താണ്. ബുദ്ധന്റെ കാലഘട്ടത്താണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഏർലി ഹോസ്പിറ്റൽസ്, ഏർലി ഇറയുടെ ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗ്രീക്ക് ഹോസ്പിറ്റൽ ഉണ്ട്, റോമൻ ഹോസ്പിറ്റൽ ഉണ്ട്, അറബിക് ഹോസ്പിറ്റൽ ഉണ്ട്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലില് നമ്മള് ആദ്യം മെഡിസിൻ പ്രത്യക്ഷപ്പെട്ടത് മെസൊപ്പൊട്ടാമിയ അല്ലെ. അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഹിമ്രാബിസ് കോഡ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത് എവിടെ നിന്നായിരുന്നു? സുമർ, SUMER, സുമർ. രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽ പറഞ്ഞു. അപ്പൊ ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്തിന് ബേസ് ആയിരുന്നു? തികച്ചും മന്ത്രവാദപരവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അപ്പൊ അവിടെ ആര് വന്നു? ഹിപ്പോക്രാറ്റ്സ് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ ട്രീറ്റ്മെന്റിലൊക്കെ ഒരു മാറ്റം വരുത്തി. അദ്ദേഹം എന്ത് ചെയ്തു? ആ മെഡിസിനില് കുറച്ചും കൂടി യുക്തിപരമായിട്ട്, ഇതങ്ങനെയൊന്നും അല്ല അല്ലെ എന്നൊരു ലോജിക്കൽ ആയിട്ടുള്ള, അതുപോലെ മതപരമല്ലാത്ത ഒരു സമീപനം അദ്ദേഹം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റ്സ് ആണ്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. അടുത്തതാണ് റോമൻ ഹോസ്പിറ്റൽ പറഞ്ഞത്. റോമൻ ഹോസ്പിറ്റല് ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, സിക്ക് ആയിട്ടുള്ളവർക്ക്, ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്ക് ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരാണ്? റോമാക്കാരാണ്. ആ കാലഘട്ടത്താണ്, റോമൻ ഹോസ്പിറ്റലിന്റെ പീരീഡിലാണ് ആർക്ക്? സൈനികർക്കും അടിമകൾക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റൽ നിലവിൽ വന്നത്. In which period the military and the slave hospital existed? അങ്ങനെ ചോദിക്കുക, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അടുത്തതാണ് അറബിക് ഹോസ്പിറ്റൽ. അപ്പോൾ എന്താ, ആ റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകൾ കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലൊക്കെ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ്, ഇതിന്റെ കാര്യത്തിലൊന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അതായത് ബെറ്റർ അറബിക് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. പിന്നെയാണത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. അവിടെ ആരുടെ കാലഘട്ടത്തോടുകൂടിയാണ് ഇന്ത്യയില് നമ്മൾ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇന്ത്യയില് നിലവിൽ വന്നത്? BC 600 കൂടിയാണ്. അവിടെ ആരാന്നു? കിങ് അശോക അല്ലെ. ആ അശോകന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് അറിയപ്പെടുന്നത്. അവരവിടെ എന്ത് ചെയ്തു? They followed the principle of sanitation, cesarean section. അത് ഫോളോ ചെയ്തു. പിന്നെ ഫിസിഷ്യനെ ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അവര് അപ്പോയിന്റ് ചെയ്തു. ഇതെല്ലാം ആളുകളുടെ ജനങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം അതിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. പിന്നെ ഇൻഫോം ആയിട്ട് ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ബുദ്ധന്റെ കാലഘട്ടത്താണ്. ബുദ്ധ അണ്ടർലൈൻ ചെയ്തില്ല. ലാസ്റ്റ് സെന്റൻസ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ആണ് ബി ആണ് കേട്ടോ. ബി, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ് 500 to 1500 AD. 500 മുതൽ 1500 AD വരെയുള്ള കാലഘട്ടം. അതാണ് മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ്. മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്. Hospital construction increased in Europe during the Middle Age for the following reason. അപ്പോ എന്താ, മധ്യകാലഘട്ടമായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ യൂറോപ്പിൽ കൂടി.
കുറെ ഹോസ്പിറ്റൽ കൂടി പണിയാൻ തുടങ്ങി. ഏതാ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ യൂറോപ്പിൽ കൂടി. അതിന് രണ്ട് കാരണങ്ങളാണ് അവൾ പറയുന്നത്. ഹോസ്പിറ്റലിലെ ആ ഒരു കൺസ്ട്രക്ഷൻ കൂടാനായിട്ടുള്ള രണ്ട് കാരണം. ഒന്നാമത് നോക്കിയേ, പോപ്പ് ഇന്നസെന്റ് III 1198 അഡ്വൈസ്ഡ് ആൻഡ് പെർസ്യൂഡ്. പെർസ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊരു പ്രോത്സാഹിപ്പിക്കുക. അഡ്വൈസ് എന്ന് വെച്ചാൽ ഉപദേശിക്കുക. പെർസ്യൂഡ് പ്രോത്സാഹിപ്പിക്കുക. wealthy Christian to build a hospital in every town. അതാണ് ഒന്നാമത്തെ കാര്യം. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള ഒരു കാര്യം എന്താണ്? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? അദ്ദേഹം അവിടുത്തെ നല്ല വെൽത്തി ക്രിസ്ത്യൻ, സമ്പന്നരായിട്ടുള്ള വെൽത്തി ക്രിസ്ത്യൻ എന്ന് വെച്ചാൽ കുറച്ച് സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനോട് എന്ത് ചെയ്തു? അഡ്വൈസ് ചെയ്തു, പെർസ്യൂട്ട് ചെയ്തു. ഉപദേശവും പ്രോത്സാഹനവും കൊടുത്തു. എന്ത്? എല്ലാ ടൗണിലും ഹോസ്പിറ്റല്, അല്ലെ? എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ നിർമ്മിക്കാനായിട്ട് ആ ക്രിസ്ത്യൻസിനോട് ഉപദേശിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനവും കൊടുത്തു. വെറുതെ അഡ്വൈസ് ചെയ്യുക മാത്രമല്ല ചെയ്തേ, ഉപദേശിക്കുക മാത്രമല്ല, അതാർക്കും പറ്റുമല്ലോ. അത് ഹോസ്പിറ്റലിൽ നിർമ്മിക്കാനുള്ള പ്രോത്സാഹനവും ആര് കൊടുത്തു? പോപ്പ് ഇന്നസെന്റ് III. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇത് വരില്ലേ, അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാനൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുരിശുയുദ്ധക്കാർ. ഇൻക്രീസ്ഡ് റവന്യൂ വർദ്ധിച്ച വരുമാനം. കണ്ടോ? വർദ്ധിച്ച വരുമാനം എങ്ങനെ? വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുള്ള അമിതമായിട്ടുള്ള വരുമാനം, അതും ഒരു കാരണമായി. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമായി. ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ വർദ്ധിച്ച വരുമാനം. നമുക്ക് കുറെ പൈസ ഇഷ്ടം പോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പാടില്ലേ, അല്ലേ? ചെയ്യാൻ പാടില്ലേ? കുറെ റവന്യൂ വരുമാനം നമുക്ക് കൂടുകയാണെങ്കിൽ, അല്ലേ? നമുക്കൊരു 5 വീട് പണിയണം, സിമ്പിൾ ആയിട്ട് പണിതു. 2 ഹോസ്പിറ്റൽ പണിയണം, പണിതിടാൻ പാടില്ലേ? അപ്പൊ അവർക്കിടയിൽ എന്താ? ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തില് അവർക്ക് കുറെ പൈസ കിട്ടി, വരുമാനം കൂടി. അതും ഹോസ്പിറ്റൽ പണിയാനുള്ള ഒരു കാരണമാണ്. 2 റീസൺ കിട്ടിയോ? മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലില് ഈ യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. 2 കാരണം പറഞ്ഞേ. ഒന്ന് എന്താണ് കാരണം? പോപ്പ് ഇന്നസെന്റ് III എന്ത് പറഞ്ഞു? അദ്ദേഹം എന്ത് പറഞ്ഞു? എല്ലാ സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനോടും എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ നിർമ്മിക്കാനുള്ള ഉപദേശവും പ്രോത്സാഹനവും കൊടുത്തു. രണ്ടാമത്തെ എന്താ? ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. അവിടെ ഈ ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുള്ള വർദ്ധിച്ച വരുമാനം, അതും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള കാരണമായി. ഓക്കെ, ഇനി in contrast, in Asia and Africa during the same period, construction of effective and efficient hospital was pressed forward by the rule and crusaders. അപ്പൊ എന്താ ചെയ്യുന്നറിയോ? അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും കേട്ടോ. In contrast, the Asia and Africa during the same period, അതേ ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു? ഏതൊക്കെ? കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള അത് എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് നിർമ്മിക്കാനായിട്ട് ആര് പറഞ്ഞു? അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സ്, അന്നത്തെ റൂളും ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു. കണ്ടോ? ആ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എഫിഷ്യന്റ്, കാര്യക്ഷമവും അതുപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാൻ അന്നത്തെ റൂള്, അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സ് ശുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. പ്രസ് ഫോർവേഡ്, അവർ ഫോഴ്സ് ചെയ്തു. എഫക്റ്റീവ്, ഫലപ്രദമായ, എഫിഷ്യന്റ്, കാര്യക്ഷമമായ ഹോസ്പിറ്റൽ സ്ഥാപിക്കാനായിട്ട് അന്നത്തെ റൂളും അതുപോലെ ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു. അടുത്തതാണ് റിനൈൻസസ് ഏജ്. റിനൈൻസസ് ഈ പാരഗ്രാഫിലാ. അതില് നമുക്ക് എന്താ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ 2 റീസൺ അവിടെ പറഞ്ഞേക്കണേ. ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ.
യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള 2 കാരണം പറഞ്ഞേക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ. ഒരാൾ ആരാ കാര്യം? പോപ്പിനസ് ഇൻ 3 ആണ്. രണ്ടാമത്തെ അവർക്ക് ഇൻക്രീസ്ഡ് റവന്യൂ. അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇൻക്രീസ്ഡ് റവന്യൂ, പോപ്പിനസ് ഇൻ 3 ഡോയിസ്റ്റാൻഡ് പെർസ്യൂഡ്. അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശം കൊടുക്കുകയും ചെയ്തു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് നോക്കിയേ, റീനൈസൻസ് ഏജ്. റീനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം. റീനൈസൻസ് ഏജ്, നവോത്ഥാന കാലഘട്ടം. The Renaissance period lasted from the 14th to 16th century. എത്ര ടൈമിലാ? 14 മുതൽ 16 സെഞ്ചുറീസ് വരെയും നീണ്ടു നിൽക്കുന്നതായിരുന്നു റീനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. നവോത്ഥാന കാലഘട്ടം 14th to 16, 14 to 16 സെഞ്ചുറികളിൽ വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു റീനൈസൻസ് പീരീഡ്. വേണ്ടി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Towards the end of the 15th century, അപ്പൊ 15ാം സെഞ്ചുറിയുടെ അവസാനം many cities and towns supported some kind of institutional health care. 15th സെഞ്ചുറിയുടെ അവസാനത്തോട് കൂടി എന്താണ്, ധാരാളം സിറ്റികളും ടൗണും സപ്പോർട്ട് ചെയ്തു. എന്താ, ചില തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് അവര് സപ്പോർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 15th സെഞ്ചുറിയുടെ അവസാനം എന്ത് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ ധാരാളം സിറ്റീസും ടൗണും സപ്പോർട്ട് ചെയ്തു. ദെൻ അടുത്തതാണ് ഡി മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. ഏതാണ് മോഡേൺ പീരീഡ്? ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക. ഏതാണ് അമേരിക്കയിലെ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ? സംയോജിത ആശുപത്രി. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക ഏതായിരുന്നു? പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. എവിടെയാ? ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആയിരുന്നു ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. എവിടെ? അമേരിക്കയിലെ. അണ്ടർലൈൻ ചെയ്തിട്ടോ. പെൻസിൽവേനിയ ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? സ്ഥലം കൂടി നോക്കിക്കോ. ഫിലാഡൽഫിയയിലെ. അതാണ് ആദ്യത്തെ സംയോജിത ആശുപത്രി. അമേരിക്കയിലെ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ആണ് പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. Massive government involvement in healthcare began in 1926 with the return of war heroes from World War First. First World War heroes. First World War heroes ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഹെൽത്ത് കെയർ ആരംഭിക്കാൻ 1926 എന്ത് ചെയ്തു? പ്രയത്നിച്ചു. ഇതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ആരുമായി കൂടി ചേർന്ന്? ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്ന് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ 1926 അവര് പ്രയത്നിച്ചു. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം പാരഗ്രാഫിൽ. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ എവല്യൂഷൻ. ഹോസ്പിറ്റലിന്റെ ആ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ വരെയുള്ള ഒരു പരിണാമമാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 1, 2, 3 എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. Okay, hospital evolution since Indian scenario pre-independence. Scenario എന്ന് പറഞ്ഞാൽ രംഗം, ഘട്ടങ്ങള്, രംഗങ്ങള്. Independence, pre-independence. Indian scenario pre-independence. Hospital evolution. Okay. Provision of institutional care to the sick was considered as provisional and spiritual by early rulers. Provision എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക്. സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അസുഖമുള്ളവര് അല്ലെ, രോഗബാധിതരായിട്ടുള്ളവര്, അസുഖമുള്ള ആളുകൾക്ക്. വാസ് കൺസിഡർ ആസ് എ പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ. അതായത് ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഹെൽത്ത് ആണ്, ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത്. പ്രൊഫഷണൽ ഒരു വ്യവസ്ഥാപരമായിട്ടുള്ള, ഒരു സ്പിരിച്വൽ ആത്മീയപരമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഹെൽത്ത് കെയർ കൊടുക്കേണ്ടത് എന്ന് ഒരു സംരക്ഷണമാണ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്.
early rulers, അന്നത്തെ ഭരണകർത്താക്കന്മാരെ കരുതിയിരുന്ന എന്താണ്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള സംരക്ഷണമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാരെ കരുതിയിരുന്നത്. ആർത്രയാസ്, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ആർത്രയ, the first Indian physician and teacher who lived in the University of Takshashila. ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ lived in the University of Takshashila? ആരാണ്? ആർത്രയ. അണ്ടർലൈൻ ചെയ്തോട്ടോ. Who was the first Indian physician and teacher lived in the University of Takshashila? ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ടീച്ചർ എവിടെ? തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ താമസിച്ചാന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് അങ്ങനെയല്ലായിരുന്നോ? അതായത് ആ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ അവിടെ താമസിച്ച അല്ലെങ്കിൽ അവിടെ ഇരുന്ന് താമസിച്ച് പഠിപ്പിച്ചിരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ടീച്ചർ ആയിരുന്നു ആർത്രയ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കൂ കേട്ടോ. അതിൽ ഡാഷ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ, അല്ലെങ്കിൽ ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ lived in the University of Takshashila? ആർത്രയ. ഇനി അടുത്തതാണ് നമ്മൾ ശുശ്രുതന്റെയും ചരകന്റെയും കാലഘട്ടത്തിലേക്ക് വന്നു. ശുശ്രുത. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. SUSHRUT എന്നാണ് കേട്ടോ ശുശ്രുത. SUSHRUTA. ടെക്സ്റ്റ് ഇല്ല. എന്നാ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അവിടെ ഷെയർ ചെയ്തിട്ടാണ് സ്ക്രീനിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട്. ശുശ്രുത, SUSHRUTA. SUSHRUTA, ശുശ്രുത. ഓക്കെ, SUSHRUTA, ശുശ്രുത. The father of surgery. സർജറിയുടെ ഫാദർ അതാണ്. Who was the father of surgery? ശുശ്രുത. പഠിക്കാൻ എളുപ്പമില്ലേ? സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? S. ശുശ്രുതയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? S. മാറിപ്പോവരുത്. ഏത് ഉറക്കത്തിലും ചോദിച്ചാലും പറയാൻ പാകത്തിന് പഠിച്ചോളുക. ഫാദർ ഓഫ് സർജറി ആരാണ്? ഇതൊക്കെ മാറി. ഒന്നിന് ഫാദർ ഓഫ് മെഡിസിൻ നമ്മൾ പറഞ്ഞില്ലേ. ഫാദർ ഓഫ് മെഡിസിൻ ആരായിരുന്നു? വാസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ആരാണ്? ഹിപ്പോക്രാറ്റ്സ് അല്ലേ? ഫാദർ ഓഫ് സർജറി ആരാണ്? ശുശ്രുത. മാറിപ്പോരുത്. അതിന്റെ ഒരു കുഞ്ഞു ടിപ്സാ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. അതായത് സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ S ആണ്, ശുശ്രുതയുടെ ഫസ്റ്റ് ലെറ്റർ S ആണ്. ഓക്കെ, ഫാദർ ഓഫ് സർജറി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഴുതിക്കോളൂ ആരാണ്? ശുശ്രുത. Then ancient Indian surgeon known for his outstanding operation and technique and for his influential dissertation എന്ന് പറഞ്ഞാൽ പ്രബന്ധം. ശുശ്രുത സംഹിത. ശുശ്രുത സംഹിത. ശുശ്രുത സംഹിത. SUSHRUTA. SUSHRUTA, ശുശ്രുത സംഹിത. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയാൻ കാര്യം? ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ known for his outstanding operation and technique. and അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ്, ടെക്നിക്കുകൾ കൊണ്ടും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രബന്ധം ടെക്സ്റ്റ് ആണ് ശുശ്രുത സംഹിത എന്ന ടെക്സ്റ്റ്. ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തില് വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റിൽ ഒന്ന് തന്നെയാണ് ശുശ്രുത സംഹിത എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ശസ്ത്രക്രിയാ രീതികളെ കുറിച്ച്, അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ച്, 120 സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ടെക്സ്റ്റ് ആണ്, അത്രയും നമുക്കൊരു നല്ലൊരു ഇത് തരുന്ന ടെക്സ്റ്റ് ആണ്, വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്. ഈ എന്താണ് ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ ഒരു പ്രബന്ധമാണ് അദ്ദേഹത്തിന്റെ ശുശ്രുത സംഹിത. ആ ശുശ്രുത സംഹിത എന്ന ടെക്സ്റ്റ് എഴുതിയത് കൊണ്ടും അദ്ദേഹത്തിന്റെ ആ സർജറിയിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അല്ലെ ഒരു ഇതും കൊണ്ടും ഒക്കെയാണ്, പ്രവർത്തനം കൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. രണ്ട് കാര്യം നോട്ട് ചെയ്യണം. ഫാദർ ഓഫ് സർജറി അണ്ടർലൈൻ ചെയ്യുക, ഈ ശുശ്രുതിന്റെ ടെക്സ്റ്റ് ഏതാന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ശുശ്രുത സംഹിത. ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് ദ സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. എന്താ ശുശ്രുത സംഹിത?
സംഹിത എന്ന് പറയുന്നത് ദ മെയിൻ ഒറിജിൻ ഓഫ് ദ നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിനെ കുറിച്ചുള്ള അറിവുകൾ തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ്. സർജറിനെ കുറിച്ചുള്ള നമുക്ക് അറിവുകൾ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് ശുശ്രുത സംഹിത എന്ന് പറയുന്നത്. ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അപ്പൊ ശുശ്രുതനെ പഠിച്ചു അല്ലേ? ഒറിജിൻ ഓഫ് നോളജ്, നല്ലൊരു നോളജ്. അത് നമ്മൾ പറഞ്ഞില്ലേ 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ച്, 120ഓളം ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ കുറിച്ചൊന്നും ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒരു സർജറിനെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് തരുന്ന ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് എഴുതിയത് കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ്, നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത അല്ലെ വലിയൊരു പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെയാണ് എന്താ അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന പേര് നമ്മൾ കൊടുത്തത്. ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് ആ ഒരു പേരിൽ അദ്ദേഹം പറയപ്പെടുന്നത്. ആ കാരണങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാണ് ചരക. ചരക 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 വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ചരക. അണ്ടർലൈൻ ചെയ്തിട്ടെ. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ആയുർവേദ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്താ പറയുന്നതെന്ന് അറിയോ? ഫാദർ ഓഫ് ആയുർവേദ. ആരാണ്? ചരക. എഴുതി വെച്ച് അവിടെ. ഫാദർ ഓഫ് ആയുർവേദ. ഫാദർ ഓഫ് ആയുർവേദ. ചരകയാണ് കേട്ടോ. അപ്പൊ 3 നമ്മൾ പഠിച്ചു. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് സർജറി ശുശ്രുത, ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ചരക. 3 പഠിച്ചോ? ഓക്കെ. ഫാദർ ഓഫ് ആയുർവേദ, ആയുർവേദത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ചരക. എന്തുകൊണ്ടാ? ആയുർവേദത്തിന് ധാരാളം കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ് ചരകൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആരാണ് ആയുർവേദത്തിന് നല്ലൊരു സംഭാവന നൽകിയത്, കോൺട്രിബ്യൂഷൻ നൽകിയത്? ആരാണ്? ചരകയാണ്. ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. ഇനി ആയുർവേദം എന്ന് പറഞ്ഞ എന്താ? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഒരു പുരാതന ഇന്ത്യയിൽ നിലനിന്ന ഒരു ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് ആയുർവേദ. എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതാണ് ആയുർവേദം. അതായത് പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ചികിത്സാ രീതിയും ഒരു എന്താ പറയാ ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ. ആയുർവേദ. He is known as the editor of medical treatise. Treatise എന്ന് പറഞ്ഞാലും പ്രബന്ധം തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മെഡിക്കൽ പ്രബന്ധമാണ് ഇത് ചരക സംഹിത. അതും നോക്കിയില്ലേ? ചരക സംഹിത. ശുശ്രുത സംഹിത. ചരകന്റെ ടെക്സ്റ്റ് ഏതാണ്? ചരക സംഹിത. മാറിപ്പോയല്ലോ, ആ പേരും കൂടി ചേർത്താ വന്നേക്കണത്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ശുശ്രുതന്റെ ടെക്സ്റ്റ് ശുശ്രുത സംഹിത, ചരകൻ എഴുതിയ ടെക്സ്റ്റ് ചരക സംഹിത. ചരകൻ ആരാണ്? ആയുർവേദത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ സംഭാവന നൽകിയ ആളാണ് ചരക. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് ആയുർവേദ. അതുകൊണ്ട് എന്താ പറയുന്ന അദ്ദേഹത്തെ നമ്മള് ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹം നോക്കിയേ, ചരക സംഹിത എന്താ? വൺ ഓഫ് ദ ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ഇന്ത്യൻ മെഡിസിനെ കുറിച്ച് ആയുർവേദത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ചരക സംഹിത. ആ ടെക്സ്റ്റിന്റെ ഒപ്പം തന്നെ എന്താന്ന് കൂടി ആ കൊടുത്തേണ്ട കേട്ടോ. ചരക സംഹിത വൺ ഓഫ് ദ ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. ശുശ്രുത സംഹിത the main origin of knowledge about the surgery in ancient India. ancient ഇന്ത്യയിലെ സർജറിനെ കുറിച്ച് നോളജ് തരുന്ന ഒരു പ്രബന്ധമാണ് ശുശ്രുത സംഹിത അല്ലെ. ആയുർവേദത്തെ കുറിച്ച് നമുക്ക് ഒരു എന്താ പറയാ അറിവുകൾ തരുന്ന ഒരു ബേസിക് ടെസ്റ്റ് ആണ് ചരക സംഹിത. 2 നോക്കി വെക്കാട്ടോ.
ഫാദർ ഓഫ് സർജറി ശുശ്രുത, ഫാദർ ഓഫ് ആയുർവേദ ചരക. കിട്ടിയോ? മൂന്ന് കാര്യങ്ങൾ മറക്കരുത്. അത് ഏതെങ്കിലും ചോദിക്കുക എക്സാമിന്, ഏതെങ്കിലും മാറി മാറി ഇതിന് ചോദിക്കാറുണ്ട് കേട്ടോ. ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് തന്നെ ഈ പ്രാവശ്യം ഫാദർ ഓഫ് സർജറി ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഫാദർ ഓഫ് ആയുർവേദ, പിന്നെ അങ്ങനെ ഫാദർ ഓഫ് മെഡിസിൻ, അങ്ങനെയൊക്കെ മാറി മാറി കാണാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കാം. ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടോ? ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നവരുണ്ടോ? ഇപ്പൊ എല്ലാവരും അലോപ്പതിയാ കഴിക്കണേ അല്ലെ? ഇംഗ്ലീഷ് മരുന്നുകളല്ല കൂടുതൽ കഴിക്കണേ. എന്താ? ഇടയ്ക്ക് കഴിക്കൂ അല്ലേ? ഇംഗ്ലീഷ് മരുന്നാകുമ്പോ പെട്ടെന്ന് നമുക്ക് രോഗം മാറും അല്ലെ? വയ്യാതെ ഒരു ടാബ്ലറ്റ് കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് മാറും. പക്ഷെ ആയുർവേദത്തിൽ അതുപോലെ അസുഖം മാറുമോ? നമ്മളത് കുറച്ച് സമയം എടുക്കും അല്ലേ? അതാണ് വ്യത്യാസം. ഹോമിയോപ്പതി കഴിക്കണ്ട അല്ലെ? ആയുർവേദം നല്ലതാണ്. നമ്മൾ അതിനോടൊന്ന് ഇതായി കഴിഞ്ഞാൽ ടൈം എടുക്കും അസുഖം മാറാൻ. അതായത് ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് മരുന്നാണ്, നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് വേഗം ഡോക്ടറെ കണ്ട് കറക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ട് കറക്റ്റ് മരുന്ന് അതിനു വേണ്ടി മാത്രം നമ്മൾ കഴിക്കണേ അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് അസുഖം മാറും. എന്നാൽ ആയുർവേദം ആണെങ്കിലോ നമ്മൾ വെറുതെ അങ്ങോട്ട് മരുന്ന് ഇത് മാത്രമല്ല, നമ്മുടെ എല്ലാ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അല്ലെ? സൈഡ് എഫക്ട്സ് ഇല്ല, സൈഡ് എഫക്ട്സ് കുറവാണ്. എന്നിട്ട് അതായത് നമ്മുടെ മൊത്തത്തിലൊരു ട്രീറ്റ്മെന്റ് അവിടെ തന്നെ, അതാണ് പെട്ടെന്ന് രോഗം മാറാത്തത്. ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ. ആയുർവേദ മരുന്നുകൾ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. നമുക്ക് കഷായമായിട്ടോ പൊടിയൊക്കെ ആയിട്ടല്ലേ നമ്മളത് കഴിക്കുന്നത്. ആയുർവേദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നുള്ളൂ. ആയുർവേദം എന്ന് പറയുന്നത്, അപ്പൊ ആയുർവേദം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണെന്നറിയോ? ആയുസ്സിന്റെ വേദം, അതാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുസ്സിന്റെ വേദം എന്നാണ് ആയുർവേദം എന്നതുകൊണ്ട് പറയുന്നത്. ഈ ആയുർവേദം പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ സർവചരാചരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചമഹാഭൂത കേട്ടിട്ടില്ലേ? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ സർവചരാചരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാ പഞ്ചഭൂത? ഏതാ പഞ്ചമഹാഭൂത എന്ന് പറയുന്ന? എർത്ത്, എയർ, വാട്ടർ, സ്പേസ്, ഫയർ അല്ലെ? ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം അല്ലെ? ഇങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ് മനുഷ്യരും സർവചരാചരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ആയുർവേദം പറയുന്നത്. ഇതാണ് ആയുർവേദത്തിന്റെ ആ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദത്തിലുണ്ടല്ലോ ഈ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ അവര് ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ മനുഷ്യ ശരീരത്തില് നമ്മുടെ ശരീരത്തില് 3 ദോഷങ്ങളുണ്ടെന്നാ പറയുന്നത്. ഇതൊന്ന് കേട്ടിരുന്നാണ് കേട്ടോ. ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തില് ത്രിദോഷങ്ങള്. ഓക്കെ, ത്രിദോഷ 3 ദോഷങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? വാത, പിത്ത, കഫം. ഓക്കെ, വെരി ഗുഡ്. വാദവും പിത്തവും കഫവും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴ് എന്താണെന്നറിയോ അവിടെ നോക്കുന്നേ? നമ്മുടെ ശരീരത്തിൽ 3 ദോഷങ്ങളാന്ന് പറഞ്ഞില്ലേ? അതില് ഏത് ദോഷാണ് കോപിച്ചത് അല്ലെ? അതില് ഏതിനാണ് ഇംബാലൻസ് വന്നേക്കണേന്ന് നോക്കും. എന്നിട്ട് ഇപ്പൊ നമ്മൾ വാദത്തിന്റെ അളവ് അല്ലെങ്കിൽ പിത്തം കഫത്തിന്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ പിത്തത്തിന്റെ അളവ് കുറവാ, അങ്ങനെ ഏത് ദോഷമാണ് അതിന്റെ കോപിച്ചത്, അത് ഈ ഇംബാലൻസ് വന്നേക്കുന്നത്, എന്ത് ചെയ്യും? അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദം എന്ന് പറയുന്നത്. ആ 3 ദോഷങ്ങളെയും അതിന്റെ 3ന്റെയും സമഗ്രമായിട്ടുള്ള അവസ്ഥയാണ് ശരിക്കും ആരോഗ്യം. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നു അവരതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. 3 ദോഷങ്ങള് വാത, പിത്ത, കഫ, അതിന്റെ ഏറ്റക്കുറച്ചില് ഫ്ലക്ച്വേഷൻസ് അല്ലെ? അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് നോക്കും? ആദ്യം അതിൽ ഏതാണോ കൂടി, ഏതാണോ കുറവാണോ എന്താണെന്ന് നോക്കിയിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് പച്ചമരുന്നുകളൊക്കെ തന്നെയാണ് നമുക്ക് അതിനെ ഒരു മെഡിസിനായിട്ട് തരുന്നത് അല്ലെ? ഗുളികയായിട്ടോ അല്ലെങ്കിൽ കഷായമായിട്ടോ ഒക്കെയാണ് കഴിക്കുന്നത്. സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയുർവേദത്തിന്റെ ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ചരക. നെക്സ്റ്റ് ആണ് ഇനി നമ്മള് 6ാമത്തെ നോക്കിയേ. ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. ക്യാൻ ബി. ഇപ്പൊ ചരക, ശുശ്രുത, ചരകയൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് എവല്യൂഷൻ ആട്ടോ ഈ പറഞ്ഞു പോകുന്നത്. ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു.
During Ashoka's reign, principle of hygiene were followed and C-section performed. അശോകന്റെ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ ഫോളോ ചെയ്തു. അതുപോലെ C-section എന്ന് പറഞ്ഞാൽ സിസേറിയൻ സെക്ഷൻ. C-section എന്ന് പറഞ്ഞാൽ സിസേറിയൻ സെക്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സിസേറിയൻ സെക്ഷൻ പെർഫോം ചെയ്തു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ കേട്ടോ. During Ashoka's reign, the principle of hygiene were followed and C-section were performed. Okay. അടുത്ത നോക്കിയേ, റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. അല്ലെ, ഇൻഫോം എന്ന് പറഞ്ഞാൽ എന്താ? ദുർബലരായിട്ടുള്ളവര്. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഗതികള് അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ളവര്. അവർക്ക് വേണ്ടി ഒരു പ്രാദേശിക ഹോസ്പിറ്റല് സ്ഥാപിച്ചത് ബുദ്ധന്റെ കാലഘട്ടത്താണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. The regional hospital for the infirm and the destitute were built by Dash. ആരാ നിർമ്മിച്ചത്? ബുദ്ധ. Regional hospitals for infirm and destitute were built by ബുദ്ധ. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് റീജിയണൽ ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചത്. ഓക്കെ, ഇനി ഒമ്പതാമത്തെ നോക്കിയേ, അക്ബറിന്റെ കാലഘട്ടത്തിലേക്ക് വന്നു. അക്ബർസ് പീരിയഡ് യുനാനി സിസ്റ്റം, യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്. അക്ബറിന്റെ കാലഘട്ടത്തില് യുനാനി മെഡിസിൻ വന്നു. യുനാനി കേട്ടിട്ടുണ്ടോ? യുനാനി ട്രീറ്റ്മെന്റ് ആരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്തായാലും യുനാനി എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അവിടെ ഫാദർ ഓഫ് യുനാനി 4 നമുക്ക് പഠിക്കാണ്ട്. അവിടെ ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റ്സ് തന്നെയാ കേട്ടോ. HIPPOCRATES. ഇന്നലെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടില്ലേ? ടൈം ടേബിൾ കിട്ടിയോ? അതിനകത്ത് അറിയാലോ, ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ഓരോ ടീച്ചേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കെയർ ചെയ്യുക. എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ജസ്റ്റ് വല്ല ക്ലാസ് അഡ്ജസ്റ്റ്മെന്റിനോ എന്തെങ്കിലും മാറി കയറുവാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇൻഫോം തരും. ഓക്കെ, എന്നാലും ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഏത് ടീച്ചർ വന്നാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊന്ന് കരുതിയിരിക്കാൻ വേണ്ടി. മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലേ? മിസ്സിന്റെ ടെസ്റ്റ് കിട്ടിയില്ലേ? ആദ്യ ക്ലാസ്സിന്റെ ആയിരുന്നല്ലോ, ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടില്ലേ? ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടൂല, നാളത്തേക്കേ കിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിന്റെ നാളത്തേക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അക്ബർസ് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്താണ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ ഒന്ന് എഴുതി വെച്ചോ, ഫാദർ ഓഫ് യുനാനി. യുനാനിയുടെ ഫാദർ ഹിപ്പോക്രാറ്റസ്. അത് എഴുതി വെച്ചോട്ടോ. അപ്പൊ 4 നമുക്ക് പഠിക്കാണ്ട് അവിടെ. യുനാനി എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാമായിരുന്നു. അത് പറഞ്ഞപ്പോ തീരൂല. ഇന്നിപ്പോ നമ്മൾ ആയുർവേദം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചല്ലോ. ഹസീന എന്താ ചോദിച്ചത്? ഒന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്തേ. 9ാമത്തെ പോയിന്റ്, അക്ബർസ് പീരീഡ് യുനാനി മെഡിസിൻ. അപ്പൊ ഇൻ വിച്ച് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇൻ വിച്ച് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? ആർക്കടെ കാലഘട്ടത്താ യുനാനി മെഡിസിൻ? അക്ബർസ് പീരീഡ്. അങ്ങനെ ചോദിക്കാം. അണ്ടർലൈൻ ചെയ്തിട്ട് ലാസ്റ്റ് പോയിന്റ്, അക്ബർസ് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഇനി ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ് തന്നെയാണ് കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോ. ഹിപ്പോക്രാറ്റസ് തന്നെയാണ് ഫാദർ ഓഫ് യുനാനി എന്ന് അറിയപ്പെടുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്തു. ഫാദർ ഓഫ് മെഡിസിനും ഫാദർ ഓഫ് യുനാനി എന്ന് അറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. രണ്ടും ഓക്കെ. അപ്പൊ അത്രയാണ് ആ എവല്യൂഷൻ വന്നത്. അപ്പൊ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ആദ്യ കാലഘട്ടത്തെ റൂളേഴ്സ്, ഏർലി റൂളേഴ്സ് പറഞ്ഞത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു വ്യവസ്ഥാപരമായിട്ടുള്ളതും ആത്മീയപരമായിട്ടുള്ള ഒരു കെയർ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അതാണ് അന്നത്തെ റൂളേഴ്സ് പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ ആർത്രയുടെ പറഞ്ഞു. ആർത്രയ ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ലീവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഫിസിഷ്യൻ ടീച്ചർ ആയിരുന്നു. പിന്നെ ശുശ്രുതന്റെയും ചരകന്റെയും കാലഘട്ടത്തിലേക്ക് വന്നു. ശുശ്രുത ഫാദർ ഓഫ് സർജറി. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ശുശ്രുത സംഹിത. ചരക ആരാണ്? ആയുർവേദത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നും പറയപ്പെടുന്നു. ഫാദർ ഓഫ് ആയുർവേദ ചരക.
ചരകയുടെ ടെക്സ്റ്റ് ഏതാണ്? ചരക സംഹിത. പിന്നെ നമ്മള് ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. അശോകന്റെ കാലഘട്ടത്തിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ ആൻഡ് സി സെക്ഷൻ പെർഫോം ചെയ്തത്. ഇനി അടുത്ത രണ്ടും നോട്ട് ചെയ്യാം. 8ഉം 9ഉം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ആരെ ബിൽഡ് ചെയ്തേ? ബുദ്ധ. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധ, ബുദ്ധനാണ്. ഇനി അക്ബേഴ്സ് പീരീഡ്, അക്ബറിന്റെ കാലഘട്ടത്തിലാണ് എന്ത്? യുനാനി മെഡിസിൻ വന്നത്. അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഫാദർ ഓഫ് യുനാനി ആരായിരുന്നു? ഹിപ്പോക്രാറ്റസ്. നോട്ട് ചെയ്യാട്ടോ. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഓക്കെ, അപ്പോ അടുത്ത ദിവസം മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോ ഈ ചാപ്റ്റർ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇന്നെടുത്തത് ഇന്ന് തന്നെ വായിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്ലാസ് നമുക്ക് യുനാനി എന്താന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ചാണെന്ന് കേൾക്കുമ്പോൾ എന്താന്നുള്ളത് അറിയണ്ടേ, അതുകൊണ്ട് അപ്പം അടുത്ത മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ബൈ.